അമൃതയും ഗോപി സുന്ദറും തമ്മിലുള്ള അവരുടെ ബന്ധം പിരിയാനുള്ള കാരണം ഉൾപ്പെടേത് പലതും ചർച്ചയിൽ വന്നിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇവർ ഒരിക്കലും ഇതിനുത്തരം പറഞ്ഞിരുന്നില്ല. പല വാർത്തകളും പല വിമർശനങ്ങളും കേട്ടപ്പോഴും മൗനം പാലിച്ചിരിക്കുകയായിരുന്നു അമൃതയും ഗോപിയും. ഗോപി സുന്ദറും അമൃതയും തമ്മിൽ പിരിയരുത് എന്നാഗ്രഹിച്ചവർക്കെല്ലാവർക്കും തന്നെ പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 100% ഇഷ്ടത്തോടെ എടുത്ത തീരുമാനമായിരുന്നു അത്. അവരുടെ അമ്മയെ എൻ്റെ അമ്മയെ പറഞ്ഞിരുന്നതല്ല, ഒരു കാലം കഴിയുമ്പോഴേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ, അതിൻ്റെ ജനുവനായി വരണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച് അതങ്ങനെയൊക്കെ ആയി തീർന്നതാണ്. കുറേ വർഷത്തെ വേദനയും ബഹുമാനമില്ലായ്മയും ഉപദ്രവവും കഴിഞ്ഞ് ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ എനിക്കത് വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് മകനായി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് മരുമകൻ കർമ്മം ചെയ്യാനും കൊള്ളിവെക്കാനും യോഗമുണ്ടാക്കും. അതുകൊണ്ടായിരിക്കും ഗോപി സുന്ദർ അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അമൃത പറഞ്ഞു. അന്ന് ഗോപി സുന്ദർ അതില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാനാകില്ല. അച്ഛന് ഒരു മകനില്ലാത്തതിൻ്റെ വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ടായേനെ. എന്നാൽ അച്ഛന് അന്ന് കൊള്ളിവെക്കാൻ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛന് മരുമകൻ കർമ്മം ചെയ്യാനും കൊള്ളിവെക്കാനും ഗോപി സുന്ദറിന് വിധിച്ച വിധിയാണ്. അത് മറ്റൊരാൾക്കും ലഭിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഇനിയും മുന്നോട്ട് പോയാൽ ഇപ്പോഴുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലാതാകുമെന്നാണ് മനസ്സിലായത്. അങ്ങനെ രണ്ടുപേരും കൂടി ആ തീരുമാനമെടുത്തു. എല്ലാത്തിനും തന്നെ കൃത്യമായി എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി അമൃതയുടെയും ഗോപി സുന്ദറിൻ്റെയും വാക്കുകൾ പ്രേക്ഷകർ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വളരെയധികം തന്നെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടതാണ് എന്നത്. അവർ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബഹുമാനത്തോടെയാണ് ഇരുവരും പിരിഞ്ഞത്. വളരെ നല്ല കാര്യം. അത് നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണെന്നും പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ രണ്ടുപേരും കൂടെ എടുത്തൊരു തീരുമാനം എന്നുകൂടെ കേട്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഞെട്ടലാണ് അനുഭവപ്പെട്ടത്. ഞങ്ങൾ അവസാനിപ്പിച്ച വികാരം വീണ്ടും കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അമൃത പറയുന്നത്. ഇപ്പോഴും പിറന്നാളിനും മറ്റും ആവശ്യമുള്ള സമയത്തൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻസിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. പിരിഞ്ഞു പോയി ശത്രുക്കളായി മാറാനൊന്നും ഞങ്ങളില്ല. അതിന് മാത്രം ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുമില്ല. ഇത് ശരിയാകില്ല എന്ന് തോന്നിയ സമയത്ത് നിർത്താൻ സാധിച്ചു. അത് വളരെയധികം നല്ല കാര്യമായി തോന്നുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങളിപ്പോൾ സന്തുഷ്ടരായി തന്നെ ജീവിക്കുന്നുവെന്നും ആ ഒരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുമാണ് ഇരുവരും പറയുന്നത്. അത് മനസ്സിലാകുന്നുണ്ട് എന്നും മനസ്സിലാക്കി തരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നും അമൃതയും ഗോപി സുന്ദറും ഒരുപോലെ സംസാരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അമൃതയെക്കുറിച്ചും ഗോപി സുന്ദറിനെക്കുറിച്ചും ഒക്കെ ഇത് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ വാർത്ത ഒരുപാടുണ്ട് എന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വളരെയധികം അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.